ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് പല അനുഭവങ്ങളാണ്. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മറ്റൊരു യാത്രാ അനുഭവമായിരുന്നു ഈ യാത്ര. ഇത് നമ്മുടെ മാത്രം കഥയല്ല, നമ്മുടെ കൂടെ യാത്ര ചെയ്ത ട്രിവാൻഡ്രം ജീപ്പേഴ്സ് ക്ലബ് ഫാമിലിയുടെ കൂടി കഥയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഈ യാത്ര ഇടുക്കി രാമക്കൽമേടുള്ള നാലുമലയിലേക്കാണ്. ദ ഹിഡൻ ജം ഓഫ് ഇടുക്കി, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ടഫസ്റ്റ് ഓഫ് റോഡ് ടെറൈൻസ് ഇൻ കേരള. നമ്മൾ എങ്ങോട്ടാ പോണത്? നമ്മൾ വീണ്ടും ഒരു തവണ ഇവിടെ നാലുമല വന്നേക്കുവാണ്. കഴിഞ്ഞ ദിവസം വന്നു, നമ്മുടെ വണ്ടി കയറിയില്ല. ഇത്തവണ നമ്മൾ വീണ്ടും വന്നു, സെയിം വണ്ടിയായിട്ട് വന്നു. ഇത്തവണ കയറുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് നമ്മൾ ഈ പരിപാടി ഒന്നും നിർത്തുന്നില്ല. നമ്മൾ വീണ്ടും വരും അടുത്ത തവണ. കയറിയാലും ഇല്ലെങ്കിലും വീണ്ടും വരും. ഞാൻ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും നാലുമലയിലോട്ട് പോവാണ്. കുറച്ച് പണി കിട്ടി, എക്സോസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി. അപ്പൊ അതൊക്കെ ഇന്ന് രാവിലെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയി വെൽഡ് ചെയ്ത് കറക്റ്റ് ആക്കി. ഓക്കെയാണ് വണ്ടി, ഇപ്പം അസഫിന് ഓക്കെയാണ്. കുഴപ്പമൊന്നും ഇല്ലായിരുന്ന കൊള്ളാം. അപ്പൊ നമ്മൾ എന്തായാലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, കുറച്ച് വേറെ വണ്ടികളുണ്ട്. ഫ്രണ്ട് കാണിക്കാൻ 10-15 വണ്ടി ഉണ്ട്. ഇത്തവണ ഒരു 3 ജിമ്മി ഉണ്ട്, ഒരു പെജേറോ ഉണ്ട്, ബാക്കി താറാണ്. നമ്മുടെ ഒരു ജിപ്സി, ഫോർച്യൂണർ ഉണ്ട്, 2 ഫോർച്യൂണർ ഉണ്ട്. നന്ദുവിന് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ 8 കാര്യങ്ങളിൽ ഒന്നാണ് അല്ലേ? നമ്മളിവിടെ യാത്ര ചെയ്യുന്നത് സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം വരുന്നത് 5 months ബിഫോർ TGCയുടെ ഒപ്പം തന്നെയായിരുന്നു. അന്ന് നടന്ന വിശേഷങ്ങളും നമുക്ക് കിട്ടിയ പണിയെക്കുറിച്ചൊക്കെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ദൈവമേ, മിന്നിച്ചേക്കണേ. മുൻപ് വന്നപ്പോഴുള്ള ക്ലൈമറ്റോ ടെറൈനോ ഒന്നുമല്ലായിരുന്നു ഇപ്പോൾ. മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒത്തിരി മാറിപ്പോയി. നേരത്തെ പോയതിനേക്കാൾ കുറച്ചുകൂടി ടഫായിരുന്നു. കയറിപ്പോകുന്ന വഴിയുടെ കണ്ടീഷൻ തന്നെ ആകെ മാറിപ്പോയി. കഴിഞ്ഞ ടൈം വന്നപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് മലയിൽ വെച്ച് തന്നെ ചെറിയ പരിക്കുകളോടെ തൽക്ഷണം തോൽവി സമ്മതിച്ചു പിന്മാറിയിട്ടുണ്ടായിരുന്നു. ബട്ട് വൈ? പിന്നെയും നിങ്ങൾ ആ വണ്ടിയും കൊണ്ട് എന്തിനീ പണിക്ക് വീണ്ടും ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അത് നല്ലൊരു ചോദ്യമാണ്. ഈ പറയുന്നത് ജിപ്സിയെ സ്നേഹിച്ച എൻ്റെ ഓഫ് റോഡറിൻ്റെ കഥ കൂടിയല്ലേ. അയാൾ തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ശ്രമിച്ചിട്ടും തോറ്റാൽ അങ്ങ് പോട്ടേന്ന് വെക്കും നമ്മൾ. അങ്ങനെ തോറ്റെടുത്ത് നിന്നു തന്നെ നമ്മുടെ ശ്രമം തുടങ്ങുകയാണ്. പിന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കല്ലല്ലോ. യൂണിറ്റിയുടെയും സപ്പോർട്ടിൻ്റെയും പേരിൽ ഒട്ടും പുറകിലല്ലാത്ത TGCയും നമ്മളോടൊപ്പമുണ്ട്. നമ്മളെപ്പോലെ അവരിൽ പലരുടെയും ആവശ്യമായി മാറിക്കഴിഞ്ഞിരുന്നു ജിപ്സി ഈ ടൈം മല കയറ്റുക എന്നുള്ളത്. പണ്ടാരോ പറഞ്ഞ പോലെ, വെൻ ലൈഫ് ഗിവ്സ് യു എ സെക്കൻഡ് ചാൻസ്, ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട്. അതെ, ജീവിതം എപ്പോഴും നമുക്ക് സെക്കൻഡ് ചാൻസ് തരണമെന്നില്ല. നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കൂ. ഞാനിത് വേറെ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. ഇതാരും വീട്ടിലും ഒരു സ്ഥലത്തും ആരും അനുകരിക്കും. അങ്ങനെ ഓരോ വണ്ടികളായി മല കയറാൻ തുടങ്ങി. ഈ 2 ദിവസവും നമ്മൾ സ്റ്റേ ചെയ്തത് അന്നൂസ് ഹോം സ്റ്റേയിലാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് സജിചേട്ടനും ഫാമിലിയുമാണ്. എന്താണെന്നറിയില്ല, ഇവർ വിളമ്പുന്ന ഭക്ഷണത്തിലും ആ സ്നേഹം മുന്നിട്ട് നിന്നിരുന്നു. സാറ്റർഡേ മോർണിംഗ് 4-നാണ് നമ്മൾ അവിടെ എത്തിയത്. ആ വെളുപ്പാങ്കാലത്തും നമ്മളെ വെൽക്കം ചെയ്തത് ചേട്ടൻ്റെ പുഞ്ചിരിയായിരുന്നു. അതുതന്നെയാണ് പുള്ളിയുടെ ഹൈലൈറ്റും. തിരിച്ച് നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങുന്നത് വരെയും ഒരിക്കൽ പോലും ആ പുഞ്ചിരിയില്ലാണ്ട് ചേട്ടനെ കാണാൻ സാധിച്ചിട്ടില്ല. പുള്ളിയും നമ്മളിൽ ഒരാളായി നാലുമല യാത്രയിൽ കട്ടയ്ക്കൊപ്പം നിന്നു. ഇപ്രാവശ്യം ജിപ്സി കയറുമെന്ന് പുള്ളി നമ്മളോട് പറയുന്നുമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മറ്റൊരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. പിന്നെ നാലുമല പണ്ട് അറിയപ്പെട്ടിരുന്നത് ഹൈദർമല എന്നായിരുന്നു. ഹൈദർ എന്ന് പറയുന്ന ആളുടേതായിരുന്നു ഈ മലയുടെ 60%. പിന്നെ ഇങ്ങോട്ട് വന്ന ഒരു യൂട്യൂബറാണ് മലയുടെ എണ്ണം വെച്ച് നാലുമല എന്ന് പേരിട്ടത്. ഇപ്പോൾ നാലുമല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്.
ഡ്രൈവേഴ്സിൻ്റെ കൂടെ വന്ന ഭാര്യമാർ, ഒരാൾക്ക് ഒരു ഭാര്യ എന്ന രീതിയിലാണ്, കുട്ടികൾ, ഫ്രണ്ട്സ്, എല്ലാവരുടെയും വികാരം ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർട്ട്ണറിൻ്റെ വണ്ടി കയറണം, അതാണ് ഇതിൻ്റെ ഒരു ത്രില്ലും. ആദ്യം കണ്ടപ്പോൾ കുറച്ച് ഏറ് പിടിച്ച് നിന്നവരും സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവരൊക്കെ ഒരു 2 മല കഴിഞ്ഞപ്പോഴേക്കും എത്രയോ നാളായി അറിയാവുന്ന രീതിയിലായി. പിന്നെ അങ്ങോട്ട് സെയിം പാഷനുള്ള ആളുകൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഓളമുണ്ടല്ലോ, ഒരു ജോഷ്, അതൊക്കെ എങ്ങനെയാ ഇപ്പം പറയുക, അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് അവരോടും വണ്ടിയോടുമുള്ള വിശ്വാസം കൂടിക്കൊണ്ടേയിരുന്നു. ഈ കാണുന്നില്ലേ, ഇവൻ ആളൊരു ഗില്ലാടിയാണ്. ഈ സ്റ്റോറിയിൽ നമ്മുടെ വഴികാട്ടി. ഈ മോൻ്റെ വീട് മലയുടെ താഴെയാണ്. ഇങ്ങനെ വണ്ടികൾ വരുമ്പോൾ ഇവൻ മലയ്ക്ക് മുകളിലെത്തി നമ്മുടെ യാത്രയുടെ ഭാഗവുമാകും. ഇവന് വണ്ടികളെക്കുറിച്ചും മലയെക്കുറിച്ചുമുള്ള തിയറിറ്റിക്കൽ നോളജ് കണ്ട് എൻ്റെ ബാല്യം കുറഞ്ഞത് 2-3 പ്രാവശ്യം പകച്ചുപോയി. കൊടുത്തോ വിടല്ലേ. ഫുൾ ആർ പി എഫ് അങ്ങനെ മേലെ എത്തിയപ്പോൾ വണ്ടിയുടെ ടയറിനോടൊപ്പം നമ്മുടെ കുടലും ഒരേപോലെ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല, നമ്മൾ 2ാമത്തെ മലയുടെ മേലെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ബിരിയാണി കഴിച്ചു.
ചെറിയ ഡെന്റ് ഉണ്ട് അവിടെ. എന്റെ അമ്മച്ചി ഇതാരും ഞാൻ പറയുന്നില്ല, ചെയ്തു. ഇഷ്ടമുള്ളവരെല്ലാരും ചെയ്യണം. അതെ, പക്ഷെ എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്ക് വണ്ടി കേറണ്ടെന്നുണ്ട്. എനിക്ക് പേടിയായാലും കേറേണ്ട വണ്ടി സൈഡിലോട്ട് പാർക്ക് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ എനിക്ക് അവനോടുള്ള ഇഷ്ടം ഓർക്കുമ്പോൾ, അവൻ അത്ര ഇഷ്ടമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം എനിക്ക് വണ്ടി കേറണമെന്നായിരുന്നു. ലാസ്റ്റ് ഫൈനലി കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ ഏറ്റവും ടഫസ്റ്റ് എന്ന് നമുക്ക് തോന്നിയത് നമ്മള് ഓവർകം ചെയ്യും. ഇത് നമ്മള് കേറില്ലേ? ഇത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, കേറാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ മലയിലാണ്. അപ്പോൾ തന്നെ സമയം 5 ഇനി അടുത്ത ലക്ഷ്യം 4ാമത്തെ മലയാണ്. ഫസ്റ്റ് ഒരു വൈറ്റ് താർ 4ാമത്തെ മലയിലോട്ട് പോയി. 4ാമത്തെ മലയാണ് ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള മല. മറ്റൊരു ഡിഫിക്കൽട്ട് ടെറൈനും ഇവിടെയായിരുന്നു. വണ്ടി ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ട് എസ് ഷേപ്പുള്ള ടേൺ എടുത്ത് വേണം മുകളിലേക്ക് കയറ്റാൻ. അവിടെയാണെങ്കിൽ മണ്ണ് ഭയങ്കര ലൂസായിട്ട് കിടപ്പുണ്ടായിരുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ സൈഡിലെ കൊക്കയിലേക്ക് മറിയാൻ നല്ല ചാൻസ് ഉള്ളൊരു സ്പോട്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഡിഫ് ലോക്കുള്ള വണ്ടികൾ മാത്രം ആദ്യം പോയി നോക്കാമെന്നായിരുന്നു പ്ലാൻ. അൺഎക്സ്പെക്റ്റഡ്ലി 3ാമത് പോയ താർ ഇവിടെ സ്റ്റക്കാകുകയായിരുന്നു. കുറച്ച് സംഭവബഹുലമായിരുന്നു ആ നിമിഷങ്ങൾ. വിഞ്ച് വെച്ചും മറ്റ് 2 വണ്ടികൾ യൂസ് ചെയ്തൊക്കെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ റെസ്ക്യൂവിനിടയിൽ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായി വിഞ്ച് പൊട്ടി. പിന്നെയും നല്ലോണം ശ്രമിച്ചു. അറ്റ്ലാസ് താഴെ നിന്ന അവർ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് നമ്മുടെ TGC പ്രസിഡന്റ് വന്ന് വണ്ടി മുകളിലേക്ക് കയറ്റി. സൺസെറ്റ് അതൊക്കെ നല്ല സൂം ലെൻസ് ഉള്ള ക്യാമറയാണ്. അതെ. അപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വണ്ടിയെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. 4 മല വ്യൂ പോയിന്റിന്റെ ഭംഗിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെയുള്ള ആരുടെയും ലക്ഷ്യം അവരുടെ വണ്ടികൾ മാത്രം നോക്കുക എന്നല്ല. ഒരു ടീം വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ട ഈ കുറച്ച് മൊമെൻറ്റ്സ്. ഈഗോയുടെ സ്ഥാനം വളരെ പുറകിലാണ്. മുന്നിൽ നിൽക്കുന്നത് ഒത്തൊരുമ മാത്രമാണ്. അങ്ങനെ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസോടെ എല്ലാവരും തിരിച്ചിറങ്ങുന്ന പ്രയാണത്തിൽ ഏർപ്പെട്ടു. അപ്പം 3 മലയുടെ മേലെയാണിപ്പോൾ. 4 മലയുടെ മേലോട്ട് കയറാനായിട്ട് താറ് മാത്രമേ കയറുന്നുള്ളൂ. ഫ്രണ്ട് ഡിഫ് ലോക്കുള്ള വണ്ടി മാത്രം തൽക്കാലം കയറ്റിയാൽ മതി. ടെറൈൻ ഭയങ്കര മോശമായിരിക്കുന്നു. വഴിയൊക്കെ ഭയങ്കര മോശമായിട്ട്. ഡിഫ് ലോക്കുള്ള വണ്ടി തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കയറി പോകുന്നത്. നല്ല ഇരുട്ടുകയും ചെയ്തു. നല്ല ഇരുട്ടി, നല്ല ഭയങ്കര കാറ്റുമുണ്ട്. ഇപ്പം ഇവിടെ ഇട്ടിട്ട് തന്നെ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പം, ജിപ്സിക്കകത്ത് കയറിയിരിക്കുമ്പോൾ നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് വണ്ടി. അപ്പം ഇതിൻ്റെ മേലോട്ടൂടെ കയറുവാണെങ്കിൽ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു കുറച്ച് വണ്ടി മാത്രമേ മേലോട്ട് വിട്ടു പോയുള്ളൂ. മെയിൻലി താഴെ 4-5 വണ്ടി മാത്രമേ പോയുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും 4 മലയും കയറാണ്ട് നമ്മൾ എന്തിനാണ് ഇത്രയും സന്തോഷിച്ചതെന്ന്. ഡിഫറൻഷ്യൽ ലോക്കും ഓഫ് റോഡ് ടയേഴ്സും ഇല്ലാണ്ട് 1.3 ലിറ്റർ എഞ്ചിനും വെച്ച് കൂടുതൽ മോഡിഫിക്കേഷൻസും വരുത്താണ്ട് ഒരു പഴയ ജിപ്സി മുൻപ് പല ടൈം ട്രൈ ചെയ്തിട്ടും തോറ്റെടുത്ത് ടോ ചെയ്യാമെന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടും മാനുവലി തന്നെ അത് ടെറൈൻ ഓവർകം ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷമാണ്. തിരിച്ച് റൂം
റൂമിലെത്തി ഫ്രഷ് ആയിട്ട് എല്ലാ പേരും അന്നത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഈ ട്രിപ്പിൽ കിട്ടിയത് ഒരു നല്ല അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് അനുഭവം മാത്രമല്ല, കുറച്ച് നല്ല ബന്ധങ്ങളുമാണ്. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി നല്ല നിമിഷങ്ങളുമാണ് TGC സമ്മാനിച്ചത്. സൺഡേ അവിടെ അടുത്തു തന്നെയുള്ള ചില സ്പോട്ടുകളിലേക്ക് ഒരു ഫൺ ഡ്രൈവ് സെഷൻ ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോസും എടുത്ത് തമാശയും പറഞ്ഞ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞാനും നന്ദു വീടെത്തുന്നത് വരെയും വാ തോരാണ്ട് ഈ 2 ദിവസത്തെ കാര്യങ്ങളും നമ്മൾ പുതിയതായി പരിചയപ്പെട്ടവരെക്കുറിച്ചും മുൻപ് നമുക്ക് അറിയാവുന്നവരായി കൂടുതൽ അടുത്ത കാര്യങ്ങളും കുറേ ഫണ്ണി മൊമെൻറ്റ്സും ഒക്കെ ആയിട്ട് വാ തോരാണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെയും നമ്മൾ അറിയാണ്ട് കുറേ കൂടി മുറുക്കുകയായിരുന്നു. നിങ്ങൾ ഓഫ് റോഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നാലുമലയ്ക്ക് പോകാൻ ശ്രമിക്കുക. ഗ്രൂപ്പായിട്ട് പോകുന്നതാകും ഏറെ നല്ലത്. നിങ്ങളുടെ സ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിരിക്കും. ഈ യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പേർക്കും 1000 താങ്ക്സ്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ പേരും ഓരോ അർത്ഥത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഈ വീഡിയോയിൽ വിർച്വലി നമ്മളോടൊപ്പം യാത്ര ചെയ്ത നിങ്ങളോടും നന്ദി പറയുന്നു. ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് വ്ലോഗും കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവിടെ കുറിക്കൂ. താങ്ക് യു എവരിവൺ. TJC